എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് തലച്ചോറ് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുന്നേ അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു ബീഫിൻ്റെ തലച്ചോറാണ് കേട്ടോ. ഇതങ്ങനെ അതിൻ്റെ പുറത്ത് ഒരു തൊലി പോലെ ഒരു നാര് പോലെ അങ്ങനെ കാണും. അതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വലിച്ച് പെട്ടെന്ന് പോരും. ഇതുപോലെ വലിച്ചെടുക്കണം. അങ്ങനെ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ വലിച്ച് ക്ലീനാക്കി എടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്നിട്ടിത് നല്ലതുപോലെ കഴുകിയെടുക്കട്ടോ. ഇത് കഴുകിയെടുത്തതിന് ശേഷം ഇപ്പോൾ അത് കണ്ടില്ലേ, കൈ വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക കേട്ടോ. കത്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ മുഴുവനായും മുറിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടിതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കുന്നത്. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ തലച്ചോറൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് വേപ്പില ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ ഒന്ന് മിക്സാക്കി നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഇങ്ങനെ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതാ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.